Hello everyone, welcome back to my channel and to a new video. Today we'll be discussing the short story The Chair, written by Jose Saramago. He was a Portuguese writer and the recipient of the 1998 Nobel Prize in Literature for his parables, sustained by imagination, compassion and irony, with which he continually enables us once again to apprehend an illusory reality. So his works are mostly allegories and they present the subversive perspective on his historic events, emphasizing the theopoetic human factor. And in 2003, Harold Bloom considered him or described him as the most gifted novelist alive in the world today. And in 2010, he was again described as a permanent part of the Western canon. So, talking about his literary output, his works often deal with a fantastic scenario. He addresses serious matters with empathy for human condition and for the isolation of contemporary urban life. His characters struggle with their need to connect with one another, form relations and bond as a community, and also with their need for individuality and to find meaning and dignity outside of political and economic structure. Now, talking about this particular work, The Chair is a story that comes under the collection of short stories known as The Lives of Things, published in 1978, and which was translated by Giovanni Ponterio. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ഇത് ടൈറ്റിൽ ഷോർട്ട് സ്റ്റോറി ഫസ്റ്റ് ഷോർട്ട് സ്റ്റോറിയാണ് ഒരു കളക്ഷനിലെ. ഇതിൽ പറയുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരു ചെയറിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഭൂരിഭാഗം ഒരു ലെന്തിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു ഓൾഡ് മാൻ അതിൽ ഇരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ ഒരു കസേര എന്ന് പറയുന്നത് ഒരുപാട് ചെതലരിച്ച് അത്രയും ഒരു ഏത് നിമിഷവും വീണ് പോകാം എന്നുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു കസേരയാണ്. അതിലാണ് ഈ ഒരു ഓൾഡ് മാൻ വന്നിരിക്കുന്നത്. അപ്പം തന്നെ ആ ഒരു കസേരയുടെ ഒടിയുകയും കാലൊടിയുകയും ഈ ഒരു മനുഷ്യൻ വീഴുകയും ആ ഒരു വീഴ്ചയിൽ അയാൾക്ക് അയാളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ആ ഒരു സ്റ്റോറിയുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. പക്ഷേ ഇത് വെറും ഒരു ലിറ്ററൽ സെൻസിൽ ഒരു കസേരയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ്റെ എങ്ങനെയാണ് ആ ഒരു മനുഷ്യൻ മരിച്ചതെന്നോ അതിനെക്കുറിച്ച് മാത്രമല്ല. സിംബോളിക്കലി ഇത് കാണിക്കുന്നത് തന്നെ ആ ഒരു ജീവൻ്റെയും മരണത്തിൻ്റെയും ആ ഒരു ഒരു ആസ്പെക്റ്റിനെ തന്നെയാണ്. So it actually explores the fragility of human life and the inevitability of death. മാത്രമല്ല ഈ ഒരു കഥ തുടങ്ങുന്ന സമയത്ത് ഓഥർ ആ ഒരു ചെയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. പക്ഷെ ആ സമയത്ത് നമുക്കറിയാം അത് ഒട്ടും ഉറപ്പില്ലാത്തൊരു കസേരയാണ്. ഒരു അനോബിയം പോലത്തുള്ള ഒരു ബീറ്റിൽ അത് ചിതലരിക്കുന്നത് പോലെ ആ ഒരു കസേരയെ തുരന്ന് കയറുകയാണ്. അപ്പോൾ അതിലൂടെ തന്നെ ഈ ഒരു കസേരയുടെ ബലം ഒട്ടും തന്നെ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ വളരെ ഫീബിളായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലിരിക്കുന്ന കസേരയാണ്. അതിൻ്റെ ഒരു വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളൊരു സെൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ. അപ്പോൾ അത് തന്നെയാണ് ആ ഓഥർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ ഒരു ചെയറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോ, അതിൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്നും ഓഥർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ഓൾഡ് മാൻ വന്നിരിക്കുകയും ആ ഒരു കസേരയുടെ ബലമില്ലായ്മ കൊണ്ട് ആ ഒരു കസേര ഒടിയുകയും ഈ ഒരു മനുഷ്യൻ താഴെ വീഴുന്നതും പറയുന്നത്. മാത്രമല്ല തലയ്ക്ക് ഏൽക്കുന്ന ആ ഒരു പരിക്കിൽ നിന്ന് ആ ഒരു മരണവും സംഭവിക്കുന്നു. അപ്പോൾ ശരിക്കും ഈ ഒരു ഐഡിയ, അതായത് ദ ഐഡിയ ഓഫ് ദി ചെയർ ഫോളിങ് ആൻഡ് ദി മാൻസ് അൾട്ടിമേറ്റ് ഡിമൈസ്, ഇറ്റ് ഈസ് ആക്ച്വലി used to describe how death is unpredictable. And another thing that the author discusses is the idea of perception and observation. അതായത് പല കാര്യങ്ങളും നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന രീതിയിൽ നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കുന്നു. പക്ഷേ
ആ കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു കേസിൽ എടുക്കുകയാണെങ്കിൽ ആ ഒരു കസേരയുടെ ബലമില്ലായ്മ ആ ഒരു മനുഷ്യൻ ഒരിക്കലും ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഇതിൻ്റെ ബലം ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ, അല്ലെങ്കിൽ ഇനി ബലമില്ലെങ്കിൽ തന്നെ അത് മാറ്റണോ, അതൊന്നും തന്നെ ആലോചിച്ചിട്ടില്ല. അപ്പോൾ വരാൻ സാധ്യതയുള്ളൊരു ആപത്തിനെ കണ്ടില്ല എന്ന് നടിക്കുന്നു. പക്ഷെ അതിലൂടെ തന്നെയാണ് അയാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു അപകടം ഉണ്ടാവുകയും ചെയ്തത്. അതാണ് പെർസെപ്ഷൻ വേഴ്സസ് റിയാലിറ്റി എന്നുള്ളൊരു തീം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേറൊരു കാര്യം ഈ ഓഥർ പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈറ്റ് ആൻഡ് സൗണ്ട്. അതായത് ഒരു മഴക്കാലത്ത് നമ്മളെപ്പോഴും മിന്നൽ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇടിയുടെ മുഴക്കം കേൾക്കുന്നത്. ബിക്കോസ് ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ സൗണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഓഥർ പറയാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത് എങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും തമ്മിൽ യാതൊരു സിങ്കും കാണത്തില്ല. ആ ഒരു ഐഡിയ ആണ് ഓഥർ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നത്. തീംസ് നോക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഇസ് ദ ഫ്രജൈലിറ്റി ഓഫ് ലൈഫ്. എത്രമാത്രം ഒരു മനുഷ്യജീവൻ എന്ന് പറയുന്നത് എത്രമാത്രം ഫ്രജൈലാണെന്നും എത്രമാത്രം മരണം എന്ന് പറയുന്നത് എത്രമാത്രം ഇന്നെവിറ്റബിൾ ആണെന്നുമാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഓൾഡ് മാൻ്റെ മരണം തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് ആ ഒരു വീഴ്ചയിൽ നിന്ന് മാത്രം അയാൾക്ക് അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലൂടെ തന്നെയാണ് ഈ ഒരു ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് എത്രമാത്രം ഫ്രജൈലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ മരണമെന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്, അല്ലെങ്കിൽ ഇന്നെവിറ്റബിൾ ആണെന്നുള്ളൊരു ഐഡിയയും കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. മരണം ഏത് നിമിഷവും ആർക്കും സംഭവിക്കാം. ആ ഒരു ഐഡിയ ആണ് ഇതിൽ പറയുന്നത്. രണ്ടാമത്തെ കാര്യം പെർസെപ്ഷൻ ആൻഡ് ഒബ്സർവേഷൻ. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ഐഡിയ തന്നെയാണ്. ഒരുപക്ഷെ ആ ഒരു കസേരയുടെ ബലമില്ലായ്മ ആ ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് അയാളുടെ മരണം ഇത്രയും വേഗത്തിൽ വരില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളും കാണാൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ അതിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു രീതിയിൽ നമ്മൾ മാറ്റിവെക്കുന്ന പല വസ്തുക്കളും അല്ലെങ്കിൽ പല ഇൻസിഡൻസും കാണും. പക്ഷെ ഭാവിയിൽ അതേ ഇൻസിഡൻസിൻ്റെ ഒരു പ്രത്യാഘാതമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അപകടം അല്ലെങ്കിൽ ആപത്തെന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ആ ഒരു കാര്യമാണ് അടുത്തൊരു ഐഡിയ ആയിട്ട് ഓഥർ പറയുന്നത്. So let's read that sentence. The narrative delves into the idea of perception and observation, illustrating how individuals may overlook or underestimate the potential dangers around them. The old man's failure to notice the chair's flow reflect the theme of overlooking subtle but significant details in life. The third theme is language and expression. The author's stylistic and poetic language underscores the power of words and their ability to convey complex emotion and meaning. The story's exploration of language serves as a reflection on the beauty and intricacy of communication. അടുത്ത തീമായിട്ട് പറയുന്നത് ഇന്നെവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രജൈലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പറയാൻ പറ്റുന്ന ഒരു തീം തന്നെയാണ്. എങ്ങനെയാണ് ഒരു മരണം എന്ന് പറയുന്നത് ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്നതെന്നും ആ ഒരു ഐഡിയ അതാണ് ഇവിടെ പറയുന്നത്. ദി ഇന്നെസ്കേപ്പബിൾ നേച്ചർ ഓഫ് ഹ്യൂമൻ മോർട്ടാലിറ്റി. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഇസ് ദി സിംബലിസം ഓഫ് ഒബ്ജക്റ്റ്. അത് അടുത്തൊരു പോയിന്റിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ചെയർ എന്ന് പറയുന്നത് ഇവിടെ ഒരു സിംബലാണ്. എന്തിൻ്റെയൊക്കെ സിമ്പിളാണ്? പാസേജ് ഓഫ് ടൈം, ഇമ്പാക്റ്റ് ഓഫ് നെഗ്ലെക്റ്റ് ആൻഡ് ദി അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ലൈഫ്. ഈ മൂന്ന് കാര്യങ്ങളുടെയും ഒരു പവർഫുൾ സിമ്പിളായിട്ടാണ് ചെയർ വരുന്നത്. അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ആ ഒരു അനാലിസിസിലും അതുപോലെ തന്നെ തീംസിലും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്.
So the chair serves as a central symbol representing the fragility of life and inevitability of mortality. Its gradual deterioration mirrors the transient nature of human existence, and its collapse symbolizes the unpredictability of death. അടുത്ത സിമ്പിളായിട്ട് വരുന്നത് അനോബിയമാണ്. അനോബിയം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ളൊരു ബീറ്റിലാണ്. ഈ ഒരു ബീറ്റിൽ എന്താണ്, അത് തുരന്ന് കയറിയത് കൊണ്ടാണ് ഈ ഒരു കസേരയ്ക്ക് എൻ്റെ ബലമില്ലായ്മ ഉണ്ടായതെന്നാണ് ഓഥർ പറയുന്നത്. പക്ഷേ അനോബിയം എന്ന് പറയുന്നതും ഒരു സിമ്പിളാണ്. So the anobium is a symbol of the unseen forces that gradually erode and weaken the foundation of life, leading to unexpected and irreversible consequences. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഫോഴ്സസ്, അത് ഇൻവിസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ അത് ഈ ഒരു അനോബിയം പോലെ തന്നെയാണ്. ജീവിതത്തെ നമ്മൾ കസേരയുടെ ഒരു സിമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു കസേരയെ തുളച്ച് കയറുന്നത് പോലെ ഉള്ളൊരു അനോബിയമാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടില്ല, അല്ലെങ്കിൽ അത് ആപത്തല്ല എന്ന് വിചാരിക്കുന്ന ആ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുകയും നമ്മളെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കി വരുത്തുന്നതുമായിട്ടുള്ള ഫോഴ്സസ്. അതാണ് അനോബിയത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ. അനദർ തിങ് ഇസ് പെർസെപ്ഷൻ ആൻഡ് ഒബ്സർവേഷൻ. ദ ആക്ട് ഓഫ് സിറ്റിംഗ് ഇൻ ദ ചെയർ ആൻഡ് ദി സബ്സിക്വൻറ്റ് ഫോൾ symbolize the importance of perception and observation. The old man's failure to notice the chair's flow reflect the theme of overlooking subtle but significant details in life. ഇത് എന്താണ് നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തതാണ്. And again the language and expression. Again the same thing that we discussed about how the author has very beautifully described the chair and how it was slowly deteriorating and ultimately it ended a man's life. So in conclusion, we can say the short story is a very thought-provoking story that explored the fragility of human life and inevitability of death. ഇതിൽ ഒരു മെയിൻ പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് സിംബലിസം തന്നെയാണ്. ചെയർ, അനോബിയം, അതുപോലെ തന്നെ പെർസെപ്ഷൻ വേഴ്സസ് ഒബ്സർവേഷൻ, ഇതെല്ലാം തന്നെ എങ്ങനെയാണ് ഒരു പവർഫുൾ സിംബൽ ആകുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ തീംസ് വരുമ്പോഴും അഗെയിൻ പെർസെപ്ഷൻ ആൻഡ് ഒബ്സർവേഷൻ, ആ ഒരു തീമും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതും ഒരു സെൻട്രൽ തീമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അഗെയിൻ ലാംഗ്വേജും എക്സ്പ്രഷനും നമ്മൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അത്രയും ഒരു വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓഥർ ആ ഒരു ചെയറിൻ്റെ കാര്യവും അതിൻ്റെ ഡിറ്റീരിയോറേഷനും അതിൻ്റെ ഒരു എങ്ങനെയാണ് ആ ഒരു ഓൾഡ് മാൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയ ഒരു മരണത്തിൻ്റെ രൂപത്തിൽ തന്നെ വന്നതെന്നുള്ള കാര്യവും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ആ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത്. വേറൊരു പോയിന്റ് നമുക്ക് പറയാൻ സാധിക്കുന്നത്, നമ്മൾ ഓഥർ ബയോഗ്രഫി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞൊരു പോയിൻ്റാണ്, സാരമാഗോ കൂടുതലും ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആ ഒരു കാര്യം പോർട്രേ ചെയ്യുന്നുണ്ട്. വളരെ സബ്വേഴ്സീവ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോറിയിലും അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് പറയാൻ സാധിക്കും. അതായത് നമ്മൾ പറഞ്ഞ ഓൾഡ് മാൻ, ആ ഒരു ഓൾഡ് മാനിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സിംബലിസമായിട്ട് വരുന്നത് പോർച്ചുഗീസിലെ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആൻറ്റോണിയോ ഡെ ഒലിവിയേറ സലസർ ആണെന്ന് ഒരു ഇൻഫർമേഷൻ അങ്ങനെയും ഉണ്ട്. So the old man is identified as the former Portuguese prime minister by the book's translator himself. So we can say that it proves how Saramago actually presents a subversive perspective on historic events. So that's another point that you can remember. So that's the end of the video, and I hope this analysis was somewhat useful. And if yes, do like the video and share your opinions as well. And I'll see you in the next video. Till then, take care.